സ്റ്റുഡൻസ്, കോഡുമായി ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട്. വെൽക്കം ടു മൈ ചാനൽ ഫോക്കസ് ബയോളജി. ഇന്നത്തെ ക്ലാസ്സിലൂടെ ലിവിംഗ് വേൾഡിന്റെ രണ്ടാമത്തെ പാർട്ടായ നോമൻക്ലേച്ചറിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണ് നോമൻക്ലേച്ചർ? നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിമിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. ലിവിംഗ് ഓർഗാനിസംസിന് പേര് കൊടുക്കുന്നതിനെയാണ് നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ലിവിംഗ് ഓർഗാനിസംസിന് പേര് കൊടുക്കുക എന്നതാണ് നോമൻക്ലേച്ചർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് നോമൻക്ലേച്ചർ? നെയിമിംഗ് ഓഫ് ലിവിംഗ് ഓർഗാനിസംസ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? നെയിമിംഗ് ഓഫ് എൻ ഓർഗാനിസം യൂസിംഗ് ടു കമ്പോണൻസ് സച്ച് ആസ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പെസിഫിക് നെയിം. അപ്പോൾ നെയിമിംഗ് ഓഫ് എൻ ഓർഗാനിസം യൂസിംഗ് ടു കമ്പോണൻസ് സച്ച് ആസ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുമ്പോൾ, ശാസ്ത്രീയമായ പേര് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ അതിൽ രണ്ട് പാർട്ടുകൾ ഉണ്ടാകും. ആദ്യത്തെ പാർട്ട് ജനറിക് നെയിം എന്നും രണ്ടാമത്തെ പാർട്ട് സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പെസിഫിക് നെയിം എന്നും അറിയപ്പെടുന്നു. ഇങ്ങനെ ഒരു ഓർഗാനിസത്തിന്റെ ശാസ്ത്രീയ പേര് അല്ലെങ്കിൽ സയന്റിഫിക് നെയിമിൽ രണ്ട് പേരുകൾ ഉൾപ്പെടുന്ന ഈ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബൈനോമിയൽ സിസ്റ്റം അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ സിസ്റ്റം അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൾ ലിനേയസ് ആണ്. ആരാണ് ബൈനോമിയൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്? കോൾ ലിനേയസ്. ബൈനോമിയൽ സിസ്റ്റം അഥവാ ബൈനോമിയൽ നോമൻക്ലേച്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോൾ ലിനേയസ് ആണ്. എന്താണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ? നെയിമിംഗ് ഓഫ് ആൻ ഓർഗാനിസം യൂസിംഗ് ടു കമ്പോണൻസ് സച്ച് ആസ് ജനറിക് നെയിം ആൻഡ് സ്പെസിഫിക് എപ്പിത്തറ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞു ലോകമെമ്പാടും അംഗീകരിക്കുന്നതിന് അല്ലെ, ഇറ്റ് ഷുഡ് ബി യൂണിവേഴ്സലി അക്സെപ്റ്റഡ്. അപ്പോൾ ഈ ശാസ്ത്രീയ പേര് അല്ലെങ്കിൽ സയന്റിഫിക് നെയിം എന്നത് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒന്നാണ്. ഓർഗാനിസംസിന് സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ നമ്മൾ ചില റൂൾസിനെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ചില ക്രൈറ്റീരിയക്ക് അനുസരിച്ചാണ് ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്രൈറ്റീരിയ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ഇന്റർനാഷണൽ കോഡ് ഉണ്ട്. അങ്ങനെയുള്ള രണ്ട് ഇന്റർനാഷണൽ കോഡുകളാണ് ICBN, ICZN. പ്ലാന്റ്സിന് പേര് കൊടുക്കുന്ന ഇന്റർനാഷണൽ കോഡാണ് ICBN, അതായത് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. എന്താണ് ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ? പ്ലാന്റ്സിന് നെയിമിംഗ് ചെയ്യുന്ന ഇന്റർനാഷണൽ കോഡ് ഏതാണ്? ICBN, ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇനി അനിമൽസിന് പേര് കൊടുക്കുന്ന ഇന്റർനാഷണൽ കോഡാണ് ICZN. ഏതാണ്? ICZN, ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ. ഒരു ഓർഗാനിസത്തിന് സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ അത് വേൾഡ് വൈഡ് അക്സെപ്റ്റ് ചെയ്യുന്നതായിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അത് ലോകമെമ്പാടും അംഗീകരിക്കുന്നതായിരിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില റൂൾസ് ആൻഡ് ക്രൈറ്റീരിയ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണ് എന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അതായത് ബൈനോമിയൽ നോമൻക്ലേച്ചറിന് ചില റൂൾസ് ഉണ്ട്. ആ റൂൾസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ റൂൾസ് പ്രധാനമായിട്ടും 4 എണ്ണമുണ്ട്. ഈ 4 റൂൾസും എങ്ങനെ കോഡിലൂടെ പഠിക്കാം എന്നതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അപ്പൊ നമ്മുടെ കോഡ് ഇതാണ്. എല്ലാത്തിനും ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് പോകുവാനായിട്ട് ആഗ്രഹിച്ചു. ജനറൽ മെഡിസിൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബിനോ ഇറ്റലിയിലേക്ക് പോകാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ബിനോ ആഗ്രഹിച്ചതുപോലെ ഇറ്റലിയിലേക്ക് പോകേണ്ട ദിവസം എത്തി. ഫ്ലൈറ്റിനുള്ള സമയം അടുത്തെത്തി. അപ്പോൾ ബിനോ ഫ്ലൈറ്റിൽ കയറുന്നതിനായി പോകുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് കുറച്ച് സ്പെക്സ് വിൽക്കുന്നത് കണ്ടു. അപ്പോൾ ബിനോയ്ക്ക് തോന്നി, എന്തായാലും ഇറ്റലിയിലേക്ക് പോവുകയല്ലേ, അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് പോയാൽ കുറച്ചുകൂടെ നന്നായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ട് ബിനോ എന്തെന്നറിയാമോ, ഈ സ്പെക്സ് വിൽക്കുന്ന, കണ്ണട വിൽക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് കുറച്ച് സമയം നിന്ന് ഒരു നല്ലൊരു കൂളിംഗ് ഗ്ലാസ്, ഒരു സ്പെക്സ് അവൻ സെലക്ട് ചെയ്തു. അവൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ സമയം നോക്കിയപ്പോൾ സമയം എന്ത് ചെയ്തു? ഒത്തിരി ആയിപ്പോയി. ഇക്കാര്യം ബിനോ മനസ്സിലാക്കി. അതിനെ ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്നെടുക്കുകയാണ്. ഇക്കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ബിനോ എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. ഇറ്റലിയിലേക്ക് പോകുന്നതിന് വേണ്ടി ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം ബിനോ എന്ത് ചെയ്തു? ബിനോ സെലക്ട് ചെയ്ത ആ സ്പെക്സ് ഒന്ന് എടുത്തു നോക്കി. അപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും ചില ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അപ്പോൾ നമുക്ക് കോഡിലേക്ക് നോക്കാം. എല്ലാറ്റിലും ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക്
സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ലേറ്റ് ആയിപ്പോയി എന്ന കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സ് എടുത്ത് നോക്കിയപ്പോൾ അതിൽ ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലും ചില ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. കോഡ് ഒന്നുകൂടെ മൈൻഡിലേക്ക് പതിയുന്നതിന് വേണ്ടിയിട്ട് എല്ലാറ്റിലും ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ലേറ്റ് ആയിപ്പോയി എന്ന കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സ് എടുത്ത് നോക്കിയപ്പോൾ ചില ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിലും ചിലത് സ്മോൾ ലെറ്ററിലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഒന്നുകൂടെ എല്ലാറ്റിലും ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ലേറ്റ് ആയിപ്പോയി എന്ന കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സ് എടുത്ത് നോക്കിയപ്പോൾ ചില ലെറ്റേഴ്സ് ക്യാപിറ്റലിലും ചില ലെറ്റേഴ്സ് സ്മോൾ ലെറ്ററിലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ഇതിലെ ബിനോ എന്നതിനെ ബൈനോമിയൽ നോമൻക്ലേച്ചറുമായിട്ട് ലിങ്ക് ചെയ്യുക. ബൈനോമിയൽ നോമൻക്ലേച്ചറിനുള്ള റൂൾസിനുള്ള കോഡാണ് ഇതെന്ന് മനസ്സിലാക്കാനാണ് ബിനോ എന്ന പേര് ഞാനിവിടെ കൊണ്ടുവന്നത്. ബൈനോ, BINO എന്നല്ലേ എഴുതുന്നത്, ബൈനോമിയൽ. അതിലെ ബൈനോയെ ഞാൻ എന്ത് ചെയ്തു, ബിനോയുമായിട്ട് ലിങ്ക് ചെയ്യാണ്. അപ്പൊ ബൈനോമിയൽ നോമൻക്ലേച്ചറിനുള്ള റൂൾസ് പഠിക്കാനുള്ള എന്താണ് കോഡാണ്, കോഡിലെ പ്രധാന വാക്കാണ് ബിനോ എന്നത്. അപ്പൊ ഫസ്റ്റ് റൂൾ എന്താണ്? ബൈനോമിയൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ഫസ്റ്റ് റൂൾ എന്താണ്? ബൈനോമിയൽ നെയിംസ് ആർ generally in Latin and written in italics. ബൈനോമിയൽ നെയിംസ് പൊതുവായി എഴുതുന്നത് ലാറ്റിൻ ഭാഷയിലാണ്. മാത്രമല്ല അത് എഴുതുന്നത് എങ്ങനെയാണ്? ഇറ്റാലിക്സിലാണ്. അപ്പോൾ ഒന്നാമത്തെ റൂൾ എന്താണ്? ബൈനോമിയൽ നെയിംസ് പൊതുവായി എഴുതുന്നത് ലാറ്റിൻ ലാംഗ്വേജിലാണ്. അത് എഴുതുന്നതും എങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇറ്റാലിക്സിലാണ്. എന്തുകൊണ്ടാണ് ലാറ്റിൻ ലാംഗ്വേജ് സെലക്ട് ചെയ്തത്? അത് ലോകമെമ്പാടും അംഗീകരിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ്. അതിന് കാരണമെന്ന് പറയുന്നത് ഈ ലാറ്റിൻ എന്നത് ഒരു ഡെഡ് ലാംഗ്വേജ് ആണ്. ഡെഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഈ ലാംഗ്വേജിൽ ഒരു നെയിം കൊടുത്താൽ പിന്നെ അതിന് മാറ്റം വരുത്തുവാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ലാറ്റിൻ ലാംഗ്വേജിനെ ഒരു ഡെഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ മാറ്റം വരുത്തുവാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ലാറ്റിൻ ലാംഗ്വേജിനെ തന്നെ നമ്മളിവിടെ സെലക്ട് ചെയ്തത്. അപ്പോൾ ലോകമെമ്പാടും അംഗീകരിക്കുന്നതായിരിക്കണം സയന്റിഫിക് നെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ നെയിം ഏതിലായിരിക്കണം എഴുതേണ്ടത്? ലാറ്റിൻ ലാംഗ്വേജിൽ ആയിരിക്കണം. അപ്പോൾ ബൈനോമിയൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ. പിന്നെ റൈറ്റ് എഴുതുന്നത് എങ്ങനെയായിരിക്കണം? ഇറ്റാലിക്സിലായിരിക്കണം. ഹാൻഡ് റിട്ടൺ അല്ല, പ്രിന്റ് ചെയ്യുന്നത് ഇറ്റാലിക്സിലായിരിക്കണം. അപ്പൊ ഇവിടെ നോക്കുക, ലാറ്റിൻ ലാംഗ്വേജ് ആയിരിക്കണം, ഇറ്റാലിക്സിലായിരിക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പോൾ ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഈ ലാറ്റസ്റ്റ് എന്നതിനെ ലാറ്റിൻ എന്നതുമായിട്ട് ലിങ്ക് ചെയ്യുക. ലേറ്റസ്റ്റ് എന്നതിനെ ലാറ്റിൻ എന്നതുമായിട്ട് ലിങ്ക് ചെയ്യുക. ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ എവിടെ പോകാൻ ആഗ്രഹിച്ചു? ഇറ്റലിയിലേക്ക് പോകുന്നതിന് ആഗ്രഹിച്ചു. ഇറ്റലി എന്നതിനെ ഇറ്റാലിക്സുമായിട്ട് ലിങ്ക് ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യത്തിലും ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ എവിടെ പോകാൻ ആഗ്രഹിച്ചത്? ഇറ്റലിയിലേക്ക്. ഈ ലേറ്റസ്റ്റ് എന്നതിനെ ലാറ്റിനുമായും ഇറ്റലി എന്നതിനെ ഇറ്റാലിക്സുമായിട്ടും ലിങ്ക് ചെയ്യുക. ലേറ്റസ്റ്റ് ആയി വരാൻ ആഗ്രഹിച്ച് എവിടേക്ക് പോയി? ഇറ്റലിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ബൈനോമിയൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. മനസ്സിലായോ? ഫസ്റ്റ് റൂൾ എന്താണ്? 4 റൂളുണ്ട്. അതിൽ ഒന്നാമത്തെ റൂളാണ് ബൈനോമിയൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഒരിക്കൽ കൂടെ, ബൈനോമിയൽ നെയിംസ് ആർ ജനറലി ഇൻ ലാറ്റിൻ ആൻഡ് റിട്ടൺ ഇൻ ഇറ്റാലിക്സ്. ദെൻ സെക്കൻഡ് റൂൾ എന്താണ്? എവരി ഓർഗാനിസം ഷുഡ് ഹാവ് 2 words in their names. The first part of scientific name indicates generic name and the second part indicates specific epithet. സയന്റിഫിക് നെയിമിൽ പ്രധാനമായും 2 വേർഡ്സ് ഉണ്ടാകും. ഫസ്റ്റ് പാർട്ട് ജനറിക് നെയിം എന്ന് പറയുന്നു, സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നു സ്പെസിഫിക് എപ്പിത്തറ്റ് അഥവാ സ്പെസിഫിക് നെയിം എന്ന് പറയുന്നു. എവരി ഓർഗാനിസം ഷുഡ് ഹാവ് 2 words in their names. First part of scientific name indicates generic name and the second part indicates specific epithet. ഇവിടെ നോക്കുക, നമ്മുടെ ബിനോ ഇറ്റലിയിലേക്ക് എന്തിനാണ് പോകുന്നത്? ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോവുകയാണ്. ഈ ജനറൽ മെഡിസിനിലെ ജനറൽ എന്നതിനെ ജനറിക് നെയിമായിട്ട് ലിങ്ക് ചെയ്യുക. ജനറൽ മെഡിസിനിലെ ജനറലിനെ ഏതുമായിട്ട് ലിങ്ക് ചെയ്യണം? ജനറിക് നെയിമുമായിട്ട് ലിങ്ക് ചെയ്യുക. ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ഈ സ്പെക്സ് എന്നതിനെ സ്പെസിഫിക് എപ്പിത്തറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക. സ്പെക്സ് എന്നതിനെ എന്ത് ചെയ്യുക? സ്പെസിഫിക് എപ്പിത്തറ്റുമായിട്ട് ലിങ്ക് ചെയ്യുക.
അപ്പോൾ ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ഫസ്റ്റ് പാർട്ട് ജനറിക് നെയിം ആണ്, സെക്കൻഡ് പാർട്ട് ഏതാണ്? സ്പെസിഫിക് എപ്പിത്തറ്റ്. അപ്പൊ സെക്കൻഡ് റൂൾ എന്താണ്? എന്നോടൊപ്പം പറഞ്ഞേ. എവരി ഓർഗാനിസം ഷുഡ് ഹാവ് 2 words in their names. First part of scientific name indicates generic name and second part indicates specific epithet. Then third rule എന്താണ്? When handwritten, both words are separately underlined or printed in italics. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ, ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ രണ്ട് വേർഡ്സും, അതായത് ജനറിക് നെയിമും സ്പെസിഫിക് എപ്പിത്തറ്റും പ്രത്യേകം അണ്ടർലൈൻ ചെയ്യുക. അത് പ്രിന്റഡ് ആണെങ്കിലോ ഇറ്റാലിക്സിലായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പൊ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ, കൈകൊണ്ടാണ് സയന്റിഫിക് നെയിം എഴുതുന്നതെങ്കിൽ രണ്ട് വേർഡും പ്രത്യേകം അണ്ടർലൈൻ ചെയ്യുക. പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കണം? അത് ഇറ്റാലിക്സിലായിരിക്കണം പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് മൂന്നാമത്തെ റൂൾ? വെൻ ഹാൻഡ് റിട്ടൺ ബോത്ത് വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. മനസ്സിലായോ? അപ്പൊ നമ്മുടെ കോഡുമായിട്ട് ലിങ്ക് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്തു? സ്പെക്സ് വാങ്ങാൻ കയറിയപ്പോൾ കുറെ സമയമെടുത്തു, ലേറ്റ് ആയി പോയി എന്ന കാര്യം ബിനോ എന്ത് ചെയ്തു? അണ്ടർസ്റ്റാൻഡ് ചെയ്തു. പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. അണ്ടർസ്റ്റാൻഡ് ചെയ്തത് എന്നതിനെ അണ്ടർലൈൻഡ് എന്ന വേർഡുമായിട്ട് ലിങ്ക് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് എന്നതിനെ അണ്ടർലൈൻഡ് എന്ന വേർഡുമായിട്ട് ലിങ്ക് ചെയ്യുക. ദെൻ ഇറ്റലിയിലേക്ക് പോയി, ഈ ഇറ്റലി എന്നതിനെ ഇറ്റാലിക്സുമായിട്ട് ലിങ്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി എന്നത് മൂന്നാമത്തെ റൂളിലെ അണ്ടർലൈൻഡ് എന്നതുമായിട്ടും ഇറ്റാലിക്സുമായിട്ടും ലിങ്ക് ചെയ്യുക. അപ്പൊ മൂന്നാമത്തെ റൂൾ എന്താണ്? എന്നോടൊപ്പം ഒന്ന് പറഞ്ഞേ. വെൻ ഹാൻഡ് റിട്ടൺ ബോത്ത് വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. മൂന്നാമത്തെ റൂൾ ആയല്ലോ. ഇനി നാലാമത്തെ റൂൾ എന്താണ്? ദ ഫസ്റ്റ് വേർഡ് ഡിനോട്ടിംഗ് ദ ജീനസ് സ്റ്റാർട്ട്സ് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ while the specific epithet starts with a small letter. അപ്പോൾ ജനറിക് നെയിമിലെ ഫസ്റ്റ് വേർഡ് എങ്ങനെയായിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. എന്നാൽ സ്പെസിഫിക് എപ്പിത്തറ്റിലെ ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് സ്മോൾ ലെറ്ററിലായിരിക്കണം. എന്താണ് പറഞ്ഞത്? ജനറിക് നെയിമിലെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. എന്നാൽ സ്പെസിഫിക് എപ്പിത്തറ്റിലെ ഫസ്റ്റ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ആയിരിക്കണം. നമ്മുടെ കോഡിലേക്ക് ചെല്ലാം. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സ് എടുത്ത് നോക്കിയപ്പോൾ ചില ലെറ്റേഴ്സ് അതിൽ പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലുമാണ് പ്രിന്റ് ചെയ്തിരുന്നത്. അത് അതേപടി ഇവിടെ കൊണ്ടുവരിക. ഫസ്റ്റ് ജനറിക് നെയിമിന്റെ ഫസ്റ്റ് വേർഡ്, ഫസ്റ്റ് ലെറ്റർ എഴുതേണ്ടത് എങ്ങനെയാണ്? ക്യാപിറ്റൽ ലെറ്ററിലും. സ്പെസിഫിക് എപ്പിത്തറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്ററിലുമാണ് എഴുതേണ്ടത്. ഇവിടെ നോക്കിയൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മാഞ്ചിഫറ ഇൻഡിക്ക. നമ്മുടെ മാവിന്റെ ശാസ്ത്രീയ നെയിം അഥവാ സയന്റിഫിക് നെയിമാണ് മാഞ്ചിഫറ ഇൻഡിക്ക. മാവിന്റെ ശാസ്ത്രീയ പേര് അഥവാ സയന്റിഫിക് നെയിമാണ് എന്താണ്? മാഞ്ചിഫറ ഇൻഡിക്ക. അപ്പൊ ഇവിടെ നോക്കുക, മാഞ്ചിഫറ എന്നത് ജനറിക് നെയിമാണ്, ഇൻഡിക്ക എന്നത് സ്പെസിഫിക് എപ്പിത്തറ്റ് ആണ്. ഈ മാഞ്ചിഫറ എന്ന ജനറിക് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. കണ്ടല്ലോ? ദെൻ ഇൻഡിക്ക എന്ന സ്പെസിഫിക് എപ്പിത്തറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ എങ്ങനെയാണ്? സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ റൂൾ എന്താണ്? The first word denoting the genus starts with a capital letter while the specific epithet starts with a small letter. അപ്പോൾ നമ്മുടെ കോഡുമായിട്ട് ഒന്നുകൂടെ ലിങ്ക് ചെയ്യാം. ഇത് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഈ കോഡ് പെട്ടെന്ന് മറക്കാൻ പറ്റാത്തൊരു കോഡാണ്. 1-2 പ്രാവശ്യം ഈ കാര്യം മനസ്സിലൊന്ന് ഓർത്ത് വെക്കുക. അപ്പോഴത്തേക്കും കോഡ് പിന്നെ മറക്കില്ല. കോഡ് നിങ്ങൾക്ക് മറക്കാതിരുന്നാൽ ഒരു കാരണവശാലും ഈ 4 റൂൾസ് മാറിപ്പോകത്തില്ല, മറന്നു പോകത്തില്ല. നോക്കാം. ലേറ്റസ്റ്റ് ആയി വരണമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് പോകാൻ തീരുമാനിച്ചു, അല്ലേ? അപ്പോൾ binomial names are generally in Latin and written in italics. ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങി രണ്ടാമത്തെ റൂളിലെ ജനറിക് നെയിമായിട്ടും സ്പെസിഫിക് എപ്പിത്തറ്റുമായിട്ടും ലിങ്ക് ചെയ്യുക. സെക്കൻഡ് റൂൾ എന്താണ്? എവരി ഓർഗാനിസം ഷുഡ് ഹാവ് 2 words in their names. ഫസ്റ്റ് പാർട്ട് ഓഫ് സയന്റിഫിക് നെയിം ഇൻഡിക്കേറ്റ്സ് ജനറിക് നെയിം ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഇൻഡിക്കേറ്റ്സ് സ്പെസിഫിക് എപ്പിത്തറ്റ്. ദെൻ പിന്നെന്ത് ചെയ്തു? സ്പെക്സ് വാങ്ങാൻ കയറിയപ്പോൾ സമയം ഒത്തിരി ആയി പോയി. ഇക്കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് എന്ത് ചെയ്തു? പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. അണ്ടർസ്റ്റാൻഡ് ചെയ്ത് സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിന് അണ്ടർലൈനുമായിട്ടും ഇറ്റലിയിലേക്ക് എന്നതിന് ഇറ്റാലിക്സുമായിട്ടും ലിങ്ക് ചെയ്യുക. വെൻ ഹാൻഡ് റിട്ടൺ ബോത്ത് വേർഡ്സ് ആർ സെപ്പറേറ്റ്ലി അണ്ടർലൈൻഡ് ഓർ പ്രിന്റഡ് ഇൻ ഇറ്റാലിക്സ്. ദെൻ ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സിൽ നോക്കിയപ്പോൾ ചില ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തിരുന്നു. അത് ക്യാപിറ്റൽ ലെറ്ററിലും സ്മോൾ ലെറ്ററിലുമായിരുന്നു. The first word denoting the genus starts with a capital letter while the specific epithet starts with a small letter.
എക്സാമ്പിൾ മാഞ്ചിഫെറ ഇൻഡിക്ക. ജനറിക് നെയിം ഫസ്റ്റ് ലെറ്റർ എന്തായിരുന്നു? ക്യാപിറ്റൽ ലെറ്റർ ആണ്. ദെൻ സ്പെസിഫിക് എപ്പിത്തറ്റിന്റെ ഫസ്റ്റ് ലെറ്റർ സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഒരിക്കൽ കൂടെ കോഡ്. എല്ലാറ്റിലും ലേറ്റസ്റ്റ് ആയി വരാമെന്ന് ആഗ്രഹിക്കുന്ന ബിനോ ഇറ്റലിയിലേക്ക് ജനറൽ മെഡിസിൻ പഠിക്കുവാൻ പോകുന്ന വഴിക്ക് സ്പെക്സ് വാങ്ങാൻ കയറിയതിനാൽ ലേറ്റ് ആയി പോയി എന്ന കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പിന്നെ സമയം കളയാതെ ഇറ്റലിയിലേക്ക് പോയി. ഫ്ലൈറ്റിൽ കയറിയതിനു ശേഷം സ്പെക്സ് എടുത്ത് നോക്കിയപ്പോൾ ചില ലെറ്റേഴ്സ് ക്യാപിറ്റൽ ലെറ്ററിലും ചിലത് സ്മോൾ ലെറ്ററിലും പ്രിന്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കിടിലൻ കോഡുകളുമായിട്ട് വീണ്ടും കാണാം.